നമസ്കാരം, രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് പരിചയപ്പെടുന്നത്. അപ്പോൾ രണ്ട് എക്സാമ്പിൾസിലൂടെ നമുക്ക് ഈ അഡിഷനും സബ്ട്രാക്ഷനും നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. 1 മീറ്റർ 1 മീറ്റർ √2 മീറ്റർ സൈഡ് വരുന്ന ഒരു മട്ടത്രികോണം. ഇതിനകത്ത് വി ഹാവ് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഈ ത്രികോണത്തിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. എന്താണ്? ചുറ്റളവ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമ്മൾ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത്? 3 സൈഡ്സും കൂടെ ആഡ് ചെയ്താൽ മതി. അതിന് വേറെ ഇക്വേഷൻ വല്ലതും വേണോ? വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത്, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 1 + 1 + √2 ചെയ്യും അല്ലേ? അതല്ലേ നമ്മൾ ചുറ്റളവ് കാണാൻ ചെയ്യുന്നത്. അപ്പൊ ചുറ്റളവ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 1 + 1 + √2. 3 മീറ്റർ ആണ് അല്ലേ? 1 മീറ്ററും 1 മീറ്ററും √2 മീറ്ററും കൂടെ കൂട്ടുമ്പോൾ, അതായത് 1 + 1 2, ദെൻ √2 കൂടെ ആഡ് ചെയ്യാം. ഇത്രയായിരിക്കും നമ്മുടെ പെരിമീറ്റർ. ഇത് 2 + √3 എന്ന് മാത്രം ഇട്ടാൽ മതിയോ? മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ നമ്മളതിനെ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എഴുതിയേ പറ്റുള്ളൂ അല്ലേ? √2 എന്നൊക്കെ ഇട്ടിട്ട് കാര്യമില്ല. കറക്റ്റ് നമുക്ക് വാല്യൂ എഴുതാൻ പറ്റിയില്ല എങ്കിലും ഏകദേശം √2 അറിയാൻ പറ്റുന്ന വാല്യൂ കൊടുത്ത് ഏകദേശം നമ്മുടെ പെരിമീറ്റർ എത്ര വരും എന്ന് ഒരു കറക്റ്റായിട്ട് ഒരു അളവ് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? √2ന്റെ ഏകദേശം വാല്യൂസ് നമുക്കറിയാലോ. ഏതൊക്കെയാണ്? 1.4, 1.41, 1.414, 1.4142. ഇതൊക്കെയാണ് നമ്മുടെ √2ന്റെ ഏകദേശ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെ? അപ്രോക്സിമേറ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ അപ്രോക്സിമേറ്റ് വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെരിമീറ്ററും പറയാം. കറക്റ്റ് പെരിമീറ്റർ പറയണ്ടല്ലോ. അപ്രോക്സിമേറ്റ്ലി ഈ പെരിമീറ്റർ ഇത്രയാണ്, ഏകദേശം ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ് ഇത്ര വരും എന്ന് പറയാമല്ലോ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? 2ഉം √2 അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് √2ന്റെ വാല്യൂസ് ഏതൊക്കെയാന്ന് നോക്കാം. ഏതാണ്? ഇപ്പൊ എത്ര മീറ്റർ വേണമെന്ന് കറക്റ്റ് പറയണമെങ്കിൽ നമുക്ക് പറയാം 1.4 മീറ്റർ ആണെന്ന് പറയാം ഇല്ലേ? ഇനി എത്ര സെന്റിമീറ്റർ ആണെന്ന് ചോദിച്ചാലോ 1.41 സെന്റിമീറ്റർ എന്ന് പറയാം. എത്ര മില്ലിമീറ്റർ വേണമെന്ന് ചോദിച്ചാലോ 1.414 എന്ന് പറയാം. അപ്പൊ കണ്ടോ, പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റ്സുകൾ അതാണ് മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ. അത് എത്ര വേണമെന്നനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. മീറ്റർ വരെ മതിയെങ്കിൽ നമുക്ക് എന്തെടുത്താൽ മതി? 1.4 ആഡ് ചെയ്തിട്ട് ഇത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ മതി. എത്ര സെന്റിമീറ്റർ വേണമെന്ന് ചോദിച്ചാലോ ഇതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആഡ് ചെയ്ത് അത്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മതി. മില്ലിമീറ്റർ, കറക്റ്റ് മില്ലിമീറ്ററിന് അറിയണമെങ്കിലോ 1.414 ആഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് 2ഉം √2 കൂടെ ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ 2ഉം √2 കൂടെ ആഡ് ചെയ്താൽ എത്ര വരും നമുക്ക് നോക്കാം. അപ്പൊ √2ന്റെ വാല്യൂ എഴുതി അതിന് താഴെ നമ്മൾ 2 എഴുതുവാണ്. എന്തിനാണെന്നറിയാവോ? ഈ 2 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ 2 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാ സ്ഥലത്തും 2 ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ √2ഉം 2ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് പെരിമീറ്റർ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ 2ഉം ആദ്യം നമ്മൾ മീറ്റർ എടുക്കാം. 1.4 എടുത്തു, ഒരു പ്ലേസ് മതി പോയിന്റിന് ശേഷം. അപ്പൊ 2ഉം 1.4ഉം കൂടെ കൂട്ടണം. നമ്മൾ എങ്ങനെയാണ് ഡെസിമൽസ് കൂട്ടുന്നത്? ദശാംശ സംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണ്? ഡെസിമൽ പോയിന്റ് ഒരേ ലെവലിൽ ഇട്ടിട്ടാണ് നമ്മൾ ആഡ് ചെയ്തെടുക്കാൻ. ഇവിടെ 1.4 ഉണ്ട്, പക്ഷെ 2 മാത്രമേ ഉള്ളൂ. ഈ 2 ഈ 4ന്റെ താഴെ ഇട്ട് ചെയ്യട്ടെ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. വെറുതെ 2 എഴുതിയാൽ എവിടെയാ പോയിന്റ്? ആ 2 കഴിഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഈ കറക്റ്റ് പോയിന്റ് ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ വേണം എഴുതാൻ. ആ പോയിന്റിന് ശേഷം 2ൽ ആരും ഇല്ല. പക്ഷെ നമ്മൾ കാണാത്ത ഒരാൾ ഇല്ലേ അവിടെ? ഇല്ലേ? 0 അവിടെ ഇല്ലേ? അപ്പൊ ഇത് എന്തായി? 1.4 + 2.0 എന്നാണ് കറക്റ്റ് ആയിട്ട് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ കൂട്ടുമ്പോൾ എന്ത് വരും? 4, 2 + 1 3, 3.4 മീറ്റർ കിട്ടും. ഇനി സെന്റിമീറ്റർ, എത്ര സെന്റിമീറ്റർ ആണെന്ന് കറക്റ്റ് അറിയണം. അപ്പൊ എന്താ ചെയ്യാ? ഇവിടെ എന്താ പോയിന്റ്? ഇവിടെ ഉണ്ട്, ദേ 2 0 കൂടെ ഞാൻ ഇട്ടു. ഇവിടെ എത്ര വരും? 1 4 3.41. ഇനി ഇവിടെയോ
1.414 കറക്റ്റ് മില്ലിമീറ്ററിനാണ് ഞാൻ എടുത്തത്. അപ്പോൾ 1.414 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര പ്ലേസ് കൊടുക്കുക? കറക്റ്റ് സീറോസും കൂടെ ഇട്ട് കൊടുക്കുക. എന്ത് വരും? 4143 3.414 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഈ ഒരു പ്ലേസ് എടുക്കുമ്പോൾ അത്രയും മീറ്ററിന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് പറയുന്നത്, 2 പ്ലേസ് എടുക്കുമ്പോൾ അത്രയും സെന്റിമീറ്ററിലേക്ക് നമ്മൾ പോയിന്റിന് ശേഷമുള്ള നമ്പേഴ്സിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. 4.14 എടുക്കുമ്പോൾ അത്രയും മില്ലിമീറ്ററിലേക്ക് നമ്മൾ വാല്യൂവിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് കറക്റ്റ് പോയിന്റിന് ശേഷം 3 പ്ലേസ് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ വാല്യൂസ് എന്താ വരുന്നത്? ഒന്നിൽ 3.4 എഴുതാം. കുറച്ചുകൂടെ ആക്യുറസി ആയിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വേണമെങ്കിലോ 1.41 ആണെന്ന് പറയാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വേണമെങ്കിലോ എന്താണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ 3.141 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 + √2. അപ്പൊ നമുക്ക് ഏതെടുക്കാം? 3.414 മീറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. കേട്ടോ, പോയിന്റിന് ശേഷം നമ്മൾ 3 പ്ലേസ് വരെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മില്ലിമീറ്റർ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 3 മീറ്ററും 414 മില്ലിമീറ്റർ അത്രയും കണക്കിന് നമ്മൾ എന്താ √2ന്റെ വാല്യൂ ഇട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പെരിമീറ്റർ പറഞ്ഞു. ഇപ്പൊ ലെങ്ത് പറയുമ്പോൾ മില്ലിമീറ്റർ വരെയൊക്കെ നമ്മൾ പോയാൽ മതി. ഇത്രയും പോകണമെന്ന് തന്നെ ഇല്ല, പക്ഷെ മില്ലിമീറ്റർ വരെ ഇരുന്നോട്ടെ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ആ ട്രയാങ്കിളിനകത്ത് ഹൗ മച്ച് മോർ, അപ്പൊ ഇവിടെ നമ്മുടെ വാല്യൂ എഴുതുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് കേട്ടോ, ഏകദേശ വാല്യൂ ആണിത്. ഇനി how much more is its perimeter than the first triangle? അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ചുറ്റളവിനെക്കാളും എത്ര കൂടുതലാണ് ആ വരച്ചിരിക്കുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ? നോക്കിക്കേ, ഈ ത്രികോണത്തിന്റെ കർണമാണ് √2 അല്ലെ? ആ √2 ആണ് ഒരു സൈഡായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ 1 മീറ്റർ, ഇവിടെ √3 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സൈഡ്സ് എന്തായിരിക്കും? 1 ആയിരിക്കുമല്ലോ അല്ലെ? നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിൾ 1 √2 അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ഈ ട്രയാങ്കിളിന്റെ ചുറ്റളവ് പെരിമീറ്റർ കണ്ടുപിടിക്കാനല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ് ഈ പെരിമീറ്റർ, അതായത് ഇപ്പൊ പുതുതായിട്ട് കിട്ടിയ ട്രയാങ്കിൾ ത്രികോണത്തിന്റെ പെരിമീറ്റർ എത്രയാണോ അതിനകത്ത് നിന്നും പഴയ ത്രികോണത്തിന്റെ പെരിമീറ്റർ കുറയ്ക്കുക. അതായത് എത്ര കൂടുതലാണ്, ഇതിനേക്കാളും എത്ര കൂടുതലാണ് ഇതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതിനേക്കാളും എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ചുറ്റളവ് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? ഇതിന്റെ ചുറ്റളവ് എത്ര, അതിനകത്ത് നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ചുറ്റളവ് മൈനസ് ചെയ്യും. അതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പുതിയ ത്രികോണത്തിന്റെ ചുറ്റളവ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. പുതിയ ത്രികോണത്തിന്റെ ചുറ്റളവ് ആരൊക്കെ ആഡ് ചെയ്യുന്നതാണ്? √2 ഉണ്ട്, 1 ഉണ്ട്, √3 ഉണ്ട്. ഇത് 3ഉം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതല്ലേ? അപ്പൊ നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? 1 ഉണ്ട്, √2ന്റെ വാല്യൂ ഇവിടെ എഴുതണം, അതുപോലെ √3യുടെ വാല്യൂ എഴുതണം. അത് ആഡ് ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തില് എല്ലായിടത്തും 1ഉം കൂടിയിട്ട് ആഡ് ചെയ്ത് ഏകദേശം വാല്യൂ ഇതുപോലെ കണ്ടുപിടിച്ചെടുക്കണം അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പെരിമീറ്ററിൽ നിന്നും ഈ ത്രികോണത്തിന്റെ പെരിമീറ്റർ നമ്മൾ ഇപ്പൊ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് മൈനസ് ചെയ്തെടുക്കാം. ഇതല്ലേ നമ്മൾ യൂഷ്വൽ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ അത്രയൊക്കെ സ്റ്റെപ്പ് പോണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിന്റെ പെരിമീറ്റർ നമുക്ക് വേണ്ട, ഇതിന്റെ പെരിമീറ്ററിന്റെ വ്യത്യാസം മതി, ചുറ്റളവുകളുടെ വ്യത്യാസം മതിയല്ലോ. അപ്പൊ നമ്മൾ ചുറ്റളവിന്റെ വ്യത്യാസം ഡയറക്റ്റ് ആയിട്ടൊന്ന് എഴുതി നോക്കിയാലോ? എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ പുതുതായിട്ട് കിട്ടിയ ത്രികോണത്തിന്റെ ചുറ്റളവ്, ഇപ്പൊ നമ്മൾ ഡിഫറൻസ് ആണ് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പോകുന്നത്. ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സ്, ചുറ്റളവുകളുടെ വ്യത്യാസം. വലിയ ത്രികോണത്തിന്റെ ചുറ്റളവ് 1 + √2 + √3, ഇതാണല്ലോ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ്. ഓക്കെ, അതിനകത്ത് നിന്ന് ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് മൈനസ് ചെയ്താൽ പോരെ? അതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞേ എത്രയാണ്? 1 + 1 + √2 അല്ലെ? അത് മൈനസ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ വരുന്നതെന്ന്. 1 + √2 + √3 മൈനസ് 1 + 1 എത്രയാണ്? 2 + √3. അപ്പൊ ഇത് എങ്ങനെയാ മൈനസ് ചെയ്യുന്നത്? നമ്മൾ എക്സും വൈ ഒക്കെ വെച്ചിട്ട് നമ്പേഴ്സ് എഴുതിയിട്ട് ആൾജിബ്ര ഉപയോഗിച്ച് എഴുതിയിട്ട് മൈനസ് ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എക്സ് വരുന്ന ഒരു ടേം 5x-ൽ നിന്നും നമ്മൾ കുറയ്ക്കുന്നത് 2y കുറയ്ക്കൂ
ഇല്ലല്ലോ. 2x 3x അങ്ങനെ x വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 5xനകത്ത് നിന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോൾ ഇവിടെ ഒരു √2 ഉണ്ട്. ഈ √2ൽ നിന്നും കുറയ്ക്കാൻ പറ്റുന്നത് ആരെ മാത്രമേ ഉള്ളൂ? √2 വരുന്ന ആൾക്കാരെ മാത്രമേ പറ്റുള്ളൂ. √3 ഉണ്ടെങ്കിൽ അതിൽ നിന്നും മൈനസ് ചെയ്ത് കളയാൻ പറ്റുന്നത് √3 വരുന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ x y ആ ഒരു ഫോമിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 1 ഉണ്ട്, -2 ഉണ്ട്. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എങ്ങനെയാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്? ഈ മൈനസ് എല്ലാ പേർക്കും കൊടുക്കണം. പൊതുവായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അത് നമ്മളെടുത്ത് എല്ലാ പേർക്കും ആ മൈനസ് ഇട്ട് കൊടുക്കണം. ഇറ്റ് ഇസ് 1 പ്ലസ് √2 പ്ലസ് √3. ഇവർക്ക് ആർക്കും മൈനസ് ഇല്ലല്ലോ അല്ലെ. മൈനസ് ഇവിടെയാണ് വരുന്നത്, അതായത് ഇവർക്കുള്ളതാണ്. ഈ മൈനസ് 2ന് പോകുമ്പോൾ -2 വരും. ദെൻ √2ന് പോകുമ്പോൾ -√2. ഇനി നോക്കിക്കേ, 1 ഉണ്ട്. 1ൽ നിന്നും എന്ത് ചെയ്യണം? 2 മൈനസ് ചെയ്യണം. 1 - 2 എത്ര വരും? 1 - 2 വലുത് 2 ആണ്. അപ്പോൾ 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 2ന്റെ സൈന് -1 കിട്ടും. ദെൻ √2 - √2. √2ൽ നിന്ന് √2 പോയാൽ എത്രയാണ്? 0. ദെൻ √3 ഉണ്ട്. കുറയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ പ്ലസ് √3. അല്ല, ഇതിനെ തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? √3 - 1. ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ പെരിമീറ്ററിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ ഇത് ആഡ് ചെയ്തെടുത്ത് അതിനുശേഷം ഇത് ആഡ് ചെയ്തെടുത്തിട്ട് അത് രണ്ടും കൂടെ കുറയ്ക്കുന്നതിനേക്കാളും എളുപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമ്പേഴ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിച്ചപ്പോൾ √3ൽ നിന്ന് 1 കുറച്ചാൽ മതി. √3 എത്രയാണ്? 1.732 ആണ് അല്ലെ, ഏകദേശം. അപ്പൊ നമുക്ക് ഈക്വൽ മാറ്റിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ, ഏകദേശം ഈക്വൽ ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പൊ √3ക്ക് പകരം കൊടുത്തു, അതിനകത്ത് നിന്നും 1 മൈനസ് ചെയ്യുക. 1 എന്ന് പറഞ്ഞാൽ 1.000 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ 0.732 മീറ്റർ. ഇതായിരിക്കും ഈ രണ്ട് ത്രികോണങ്ങളുടെയും പെരിമീറ്റേഴ്സ്, ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കറക്റ്റ് ഇതുപോലെ എഴുതി നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഇത് ഈ √2ന് പകരം ഇവിടെ √3 ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഇനി വീണ്ടും √3 ഇട്ട് ആഡ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വരും അല്ലെ. ഒരു 1 മാറ്റിയിട്ട് അതിന് പകരം √3 ഇട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ എന്താ, ചുറ്റളവുകളുടെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചാടിക്കയറി ചുറ്റളവ് കണ്ടുപിടിച്ചിട്ട് വ്യത്യാസം കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. എന്താ, ഈ √2ഉം √3യും √1 ഒക്കെ തന്നിരിക്കുന്നതൊക്കെ ഇട്ട് ഇതേപോലെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് കുഞ്ഞായിട്ട് ഒരു ഇത് കിട്ടും അല്ലെ. ആ കുഞ്ഞായിട്ട് കിട്ടുന്ന ഇക്വേഷൻ അകത്ത് നമുക്ക് അറിയാവുന്ന √2നും √3ക്കും ഒക്കെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ പെരിമീറ്റേഴ്സിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ തന്നെ √3 - 1 വന്നു. അതിനെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ എഴുതാം. എങ്ങനെ എഴുതാം? √3യുടെ വാല്യൂ ആദ്യം എഴുതാം. എന്താണ്? 1.7, 1.73, 1.732 ഇല്ലേ. അതിനകത്ത് നിന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 1 മൈനസ് ചെയ്യാൻ പോവുകയാണല്ലേ. അപ്പൊ എല്ലായിടത്തു നിന്നും 1 മൈനസ് ചെയ്യുക. √3യിൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 1.7ൽ നിന്നും 1 മൈനസ് ചെയ്യുക. ഏകദേശം 0.7 അടുപ്പിച്ച് വരും. കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടാണെങ്കിൽ 73യിൽ നിന്നും മൈനസ് ചെയ്യുക, 0.73 അടുപ്പിച്ച് വരും. കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എന്താണ്? 0.732 എന്ന് കിട്ടും. അതല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന അഡിഷൻ എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ക്ലിയർ ആണല്ലോ? √2, √3 ഇങ്ങനെയൊക്കെ വരുന്ന വാല്യൂസ് വന്ന ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ കണ്ടു അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിലും ഏകദേശം അതിനടുത്ത് വരുന്ന വാല്യൂസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളെയും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.